ജോയിയും മനസ്സിലാക്കി വാദാശ വഴി കുടുംബജീവിതത്തിലറിയുന്ന ദിവസമാണ്. ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ധ്യാന വിഷയമാകുന്ന വസ്ത്രത്തിലെ തിരുകുടുംബമാണ്. അവരുടെ കുടുംബജീവിതവും വസ്ത്രത്തിലെ തിരുകുടുംബത്തിൻ്റെ മാതൃകയിലാവട്ടെ എന്ന് കൃത്യമായിട്ട് പ്രാർത്ഥിക്കാം. ആരംഭിക്കുന്ന ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെ നിൽക്കുന്ന സ്നേഹത്തിൽ അധിഷ്ഠിതമായ ജീവിതമായിട്ട് തീരുവാൻ വേണ്ടിയുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് വിശുദ്ധ കുർബാന ആരംഭിക്കാം. അവരെ ഈശ്വരൻ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നും അവരോടൊപ്പം ഉള്ള മാതാപിതാക്കന്മാരെ നമ്മളെ എല്ലാവരെയും ദൈവസമർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പോകുന്ന ഭക്തിപൂർവ്വം വിശുദ്ധ കുർബാന ആരംഭിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് ഉദ്ഘോഷിക്കുന്നു.
പരിശുദ്ധനും ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായിരുന്നേ ജീവിക്കുവാൻ ഈ ദാസരെ വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ ഈ വധൂവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും വേണ്ടി ഈ കുദാശയോഗ്യതയുടെ വിഹിതം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. എന്റെ പുത്രിയെ ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനതയെ മുതലെടുത്ത് നീ മറന്നുകളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. ഇതിനായി ദൈവത്തിന്റെ സ്നേഹം മൂലം നിന്നെ തന്നെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ ലളിതമാനവളെ അനുഗമിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ ഒളിഞ്ഞിടങ്ങുന്ന മുന്തിരി വള്ളിയാകും. നിന്റെ മക്കൾ നശിപ്പിച്ചിട്ടും സൈത്തുമുളകൾ പോലെയുമായിരിക്കും. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. ഇതിനായി ദൈവത്തിന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നൽകിയിട്ടുള്ളതും എന്നാൽ പ്രകാശിക്കുവാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുടിയോട് നൽകുന്ന സഭയെ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകും. എന്നെ അനുഗമിക്കുന്നവരുടെ കാലിൽ നടക്കുകയില്ല. നല്ല ചെയ്ത മിശിഹ നമുക്ക് മാർഗ്ഗദീപമായിരിക്കട്ടെ. എന്റെ കർത്താവേ, നിത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവിതത്തെ പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെ കൊണ്ട് സ്തുതിയും പ്രപഞ്ചതയും ആരാധനയും സമർപ്പിക്കുവാൻ ഇടപെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായി നീക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാലന സർവേശ, പരിപാലന ബലവാനേ, പരിപാലന ആവത്തിലേ, നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടെ വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുന്ദരനും ബലവാനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ സർവ്വജനായ ഭഗവതാവിന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ ക്രിസ്ത്യനായ പരിപാലനം സകലങ്ങളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവും
സർവശക്തനായ ദൈവമേ, ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവം എപ്പോൾ ഞങ്ങളെ കടാക്ഷിക്കുകയും ഗ്രഹിക്കുകയും ഞങ്ങളോട് തന്നെ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ നീക്കും. സഹോദരനെ അനുഗ്രഹിക്കട്ടെ. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും വചനം അനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കുവാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങൾ ആഗ്രഹപൂർവ്വവും നിഷ്കളങ്കവുമായി പെരുമാറ്റം കാണുന്നതുമാണ് ഇത് സാധ്യമാകുക. ബാഹ്യബോഡികളായ പിന്നിമുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധി വിശിഷ്ടമായ സൗമ്യ ശാന്തവും ആത്മാവാകുന്ന മനസ്സരക്തമണിഞ്ഞ ആത്മീയ വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ ചിന്തിച്ച സ്ത്രീകൾ മുമ്പ് പ്രകാരം തങ്ങളെ തന്നെ അനുകരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രഹാത്തെ നാദാനുസരിച്ചിരുന്നുവല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടുള്ള ഭാര്യമാർക്ക് ജീവിക്കുകയും സ്ത്രീ കലകിന് മാത്രമാണെങ്കിൽ ജീവിതാത്മകത്തിൽ അവാശത്തിനെയും അവളോട് ബഹുമാനം കാണിക്കുകയും നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടായിരിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടി. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 10 വാക്യങ്ങൾ 2 മുതൽ 9 വരെ. ഫരിസേയർ വന്ന് ഈശോയെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണ്? അവൻ അവരോട് മറുപടി പറഞ്ഞു, മോശ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത്? അവർ പറഞ്ഞു, മോചനപത്രം എഴുതി അവളെ ഉപേക്ഷിക്കുവാൻ മോശ അനുവദിച്ചിട്ടുണ്ട്. ഈശോ അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയ കാഠിന്യം കൊണ്ടാണ് ഈ കൽപ്പന അവൻ നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും ഭാര്യയോട് ചേരുകയും ചെയ്യും. അവർ ഇരുവരും ഒരു ശരീരമായി തീരും. തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒരു ശരീരമായിരിക്കും. അതിനാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഇന്നേ ദിവസം വിവാഹ കൂദാശ സ്വീകരിക്കുന്ന സോണി അൻസ, മനുഷ്യര് തമ്മിൽ അകലം പാലിക്കുകയും അപരനെ ഭയത്തോടെ കാണുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സാമൂഹിക അകലവും പരസ്പരം സമ്പർക്കം ഒഴിവാക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ പരിശുദ്ധമായ ഒരു ദേവാലയത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുന്നത് ദൈവം രണ്ട് വ്യക്തികളെ ഒന്നിപ്പിക്കുന്നതിന് സാക്ഷികളാകാൻ വേണ്ടിയാണ്. ദൈവം പരമാവധി രണ്ട് വ്യക്തികളെ തമ്മിൽ ചേർക്കുകയാണ്. കത്തോലിക്ക സഭയുടെ 7 കൂദാശകളിൽ വിവാഹമെന്ന കൂദാശയ്ക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് ഈ കൂദാശ ഒറ്റയ്ക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളത്. മാമോദീസായാണേലും സൈലേവനമാണേലും പരിശുദ്ധ കുർബാനയാണേലും ഒരു വ്യക്തിക്ക് വന്ന് സ്വീകരിക്കാവുന്നതാണ്. പക്ഷേ വിവാഹം സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ഒരാൾ വന്നാൽ പോലെ ഒരാളൂടെ കൂടെ ഉണ്ടാകണം. 2 പേർക്ക്
ഒരുമിച്ച് സ്വീകരിക്കാനായിട്ട് പറ്റും. ഈ കൂദാശയുടെ മാത്രം ഒരു പ്രത്യേകതയാണ്. രണ്ട് വ്യക്തികളെ ദൈവം ഒന്നിപ്പിക്കുന്നു. രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിലുള്ള രണ്ട് വ്യക്തികൾ, രണ്ട് വ്യത്യസ്ത കുടുംബങ്ങളിലുള്ളവർ, രണ്ട് വ്യത്യസ്ത ജീവിത പശ്ചാത്തലത്തിലുള്ളവർ, രണ്ട് സ്വഭാവങ്ങളുള്ളവർ, ഇവർ രണ്ടുപേരൂടെ ചേർന്ന് ഒരു ദേവാലയത്തിൽ വന്ന് അവിടുത്തെ കൂദാശയിൽ പങ്കുചേർന്ന് കഴിയുമ്പോൾ എന്നേക്കുമായിട്ട് ഒന്നായിട്ട് തീരുന്നു. നമ്മളെല്ലാം കേൾക്കുന്നതാണ് പണ്ട് തൊട്ടേ. അച്ഛൻ ഇപ്പോൾ ശുശ്രൂഷ ചെയ്യുന്നത് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ഫാമിലി അപ്പോസ്റ്റേറ്റിലാണ്. എല്ലാ ആഴ്ചയും മാര്യേജ് കോഴ്സിന് വേണ്ടി യുവാക്കന്മാർ കടന്നു വരാറുണ്ട്. ഇപ്പോൾ ലോക്ക്ഡൗൺ മറ്റ് പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ ഓൺലൈനിലാണ് ക്ലാസ്സുകളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അവരോട് പലപ്പോഴും ഈ കൂദാശയെക്കുറിച്ച് ക്ലാസ് എടുക്കുമ്പോൾ ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്, 22-ാം തീയതി അല്ലെങ്കിൽ 21-ാം തീയതി 17-ാം തീയതി നിങ്ങളുടെ വിവാഹം നടക്കുന്ന ദിവസം ദേവാലയത്തിൽ വെച്ച് വിവാഹം എന്ന കൂദാശ കാർമ്മികൻ ആശീർവദിക്കുമ്പോൾ, ഈശോയുടെ പ്രതിപുരുഷനായിട്ട് വൈദികൻ ആശീർവദിക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരു ശരീരമായി തീരും. സഭയുടെ വിശ്വാസമാണ്, ഈ കൂദാശയിലുള്ള നമ്മുടെ വിശ്വാസമാണ്, ഒന്നായിട്ട് മാറും. അത് നിങ്ങളിൽ എത്ര പേര് വിശ്വസിക്കുന്നു? സാധാരണ ചോദിക്കുമ്പോൾ എല്ലാവരും ആദ്യം പറയും വിശ്വസിക്കുന്നുണ്ട്, വിവാഹ കൂദാശ. എന്നാൽ സത്യമായിട്ടും ഇത് ഒന്നായിട്ട് തീരുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പലരും ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുന്നത് കൊണ്ട് ഒരല്പം മുഖം ചുളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. രണ്ട് ശരീരങ്ങൾ ശരിക്കും ഒന്നാകുന്നുണ്ടോ? നമ്മൾ പല വിവാഹ വേളകളിൽ പങ്കെടുത്തിട്ടുണ്ട്. പള്ളിയിൽ വരുമ്പോൾ വരനും വധുവും കാർമ്മികൻ രണ്ടുപേരുടെയും കരങ്ങൾ ചേർത്ത് പിടിച്ചിട്ട് അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വിവാഹത്തിൽ നിങ്ങളെ ബന്ധിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ് കൂദാശ വാചകം ഉച്ചരിക്കുമ്പോൾ എന്നേക്കുമായിട്ട് ഈ രണ്ട് ശരീരങ്ങൾ ഒന്നായിട്ട് തീരും. നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ്. കാരണം വിവാഹം കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങി കഴിയുമ്പോഴും രണ്ടുപേരും രണ്ടായിട്ട് തന്നെ. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു വിവാഹ വേളയിൽ നമ്മൾ കണ്ടിട്ടില്ല, കല്യാണം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പെണ്ണിനെ കാണുന്നില്ല. എല്ലാവരും അന്വേഷിക്കുമ്പോൾ വികാരിച്ചും പറയും ആരും വിഷമിക്കേണ്ട, പെണ്ണ് ചെറുക്കനകത്ത് തന്നെയുണ്ട് ഒരു ശരീരമായി. അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ചെറുക്കനില്ലാത്ത പെണ്ണ് മാത്രമായിട്ട് കണ്ടിട്ടില്ല, രണ്ടുപേരും ചേർന്നൊരു രൂപമായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ കാണുമ്പോൾ ഇവർ രണ്ടുപേരും രണ്ടായിട്ട് തന്നെയാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. അത് കഴിഞ്ഞ് ഇവരുടെ സ്വഭാവത്തിനൊന്നും മാറ്റം വരുന്നില്ല. പക്ഷേ ഇവർ ഒരു ശരീരമാണെന്ന് നമ്മൾ പറഞ്ഞു. ഇത് ആലങ്കാരികമായിട്ട് പറഞ്ഞതാണ്. ഇതാണ് കൂദാശയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ദൈവം അദൃശ്യമായ കൃപാവരം നൽകി അദൃശ്യമായിട്ട് എന്നേക്കുമായിട്ട് ഇവരെ ഒന്നിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം ഇവിടെ നടക്കുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ സത്യസഭയുടെ വിശ്വാസത്തിലെ തൃത്വത്തിലുള്ള വിശ്വാസത്തിൽ നിന്നാണ്. നമുക്കറിയാം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ മൂന്ന് ദൈവിക വ്യക്തികൾ, പക്ഷേ മൂന്ന് ദൈവങ്ങളല്ല, ഏക ദൈവമാണ്. അങ്ങനെയെങ്കിൽ ഇവർ രണ്ടുപേരും ഈ കൂദാശയിൽ പരിശുദ്ധ തൃത്വത്തിൻ്റെ നാമത്തിൽ ആശീർവദിക്കപ്പെടുമ്പോൾ ഇനിമേൽ ഇവർ രണ്ടല്ല, ഇവർ ഒന്നാണ്. ഇനിയും ഈശോയിലേക്ക് നമ്മൾ വരുമ്പോൾ ഈശോയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈശോ മിശിഹായിക്ക് രണ്ട് സ്വഭാവമുണ്ട്. എന്തൊക്കെയാണ് ആ രണ്ട് സ്വഭാവങ്ങൾ? നമ്മൾ വേദപാഠ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ദൈവ സ്വഭാവവും മനുഷ്യ സ്വഭാവവും. ഈ രണ്ട് സ്വഭാവങ്ങൾ ഒരു വ്യക്തിയിൽ വരുമ്പോൾ മനുഷ്യന്റെ ഭാഷയിൽ രണ്ട് സ്വഭാവങ്ങൾ വരിക എന്ന് പറഞ്ഞാൽ അത് ഡ്യുവൽ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിട്ട് മാറും. പക്ഷേ എന്താണ് നമ്മൾ കാണുന്നത്? വിവാഹം എന്ന ഈശോയുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഈശോയുടെ ജീവിതം ഒരു ഡിസോർഡർ അല്ല. ദൈവ സ്വഭാവവും മനുഷ്യ സ്വഭാവവും ഒരേപോലെ സമ്മേളിച്ച പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരുന്നു ഈശോ മിശിഹാ. അങ്ങനെയെങ്കിൽ വിവാഹ കൂദാശ സ്വീകരിക്കുന്ന ഈശോയിൽ ഒന്നായിത്തീരുന്ന ഈ വരനും വധുവും ഇവരുടെ രണ്ട് സ്വഭാവങ്ങളെ ദൈവം എന്നേക്കുമായി ഇവിടെ യോജിപ്പിക്കുകയാണ്. വിവാഹ ജീവിതത്തിൻ്റെ നന്മയെന്ന് പറയുന്നതും അതാണ്. ഈ രണ്ട് വ്യക്തിത്വങ്ങൾ അവർക്ക് വ്യക്തിത്വ ഭംഗം സംഭവിക്കാതെ ജീവിതാവസാനം വരെ ഇരിക്കുകയാണ്. പലപ്പോഴും വിവാഹ ജീവിതത്തിലെ അസ്വസ്ഥതകൾ എന്ന് പറയുന്നതാണ് ഭാര്യ പറയുന്നത് എൻ്റെ വ്യക്തിത്വത്തെ ബഹുമാനിക്കുന്നില്ല, എന്നെ സ്നേഹിക്കുന്നില്ല, എനിക്ക് എൻ്റെ വ്യക്തിത്വത്തിൽ നിലനിൽക്കുവാനായിട്ട് സാധിക്കുന്നില്ല. ഭർത്താവിൻ്റെ വ്യക്തിത്വത്തെ ഭാര്യ അംഗീകരിക്കുന്നില്ല,
ഭാര്യയുടെ വ്യക്തിത്വത്തെ ഭർത്താവ് അംഗീകരിക്കുന്നില്ല. വ്യക്തിത്വങ്ങൾ തമ്മിൽ ഒരു ക്രൈസിസ് അവിടെ ഉണ്ടാകുകയാണ്. എന്നാൽ വിവാഹം എന്ന കൂദാശയിൽ ദമ്പതികൾക്ക് ദൈവം കൃപ കൊടുക്കുന്നത് ഈ രണ്ട് വ്യക്തിത്വങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ഏക സ്വഭാവത്തിൽ ഒന്നിച്ചു ജീവിക്കുവാനായി. രണ്ടുപേരുടെയും രണ്ട് സ്വഭാവങ്ങളാണ്. രണ്ട് വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിൽ ജീവിച്ചുകൊണ്ടും, രണ്ട് വ്യത്യസ്ത മാതാപിതാക്കളിൽ ജനിച്ചതുകൊണ്ടും, രണ്ട് വ്യത്യസ്ത ജീവിത ശൈലിയിൽ വളർന്നു വന്നതുകൊണ്ടും രണ്ടുപേർക്കും രണ്ട് സ്വഭാവമാണ്. ഈ സ്വഭാവങ്ങളെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷേ വിവാഹം എന്ന കൂദാശയിൽ ദൈവം ഈ ദമ്പതികൾക്ക് കൊടുക്കുന്ന കൃപ ഈ സ്വഭാവങ്ങൾ പരസ്പരം പൊരുത്തപ്പെട്ടു പോകുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട സോണിയും മത്സ്യം ഇന്ന് ഈ കൂദാശ സ്വീകരിക്കുമ്പോൾ ദൈവം ഇവരുടെ സ്വഭാവങ്ങളെ തമ്മിൽ കൂട്ടിച്ചേർക്കുകയാണ്. ഈ കൂട്ടിച്ചേർക്കുമ്പോൾ രണ്ടുപേരുടെയും സ്വഭാവങ്ങളുടെ എല്ലാ പ്രത്യേകതകളോടും കൂടിയാണ് ദൈവം ഇവരെ ഒന്നിപ്പിക്കുന്നത്. ഇവരെ രണ്ടുപേരുടെ സ്വഭാവങ്ങളിൽ മാറ്റം വരുത്തിയിട്ടല്ല ദൈവം ഇവരെ ഒന്നിപ്പിക്കുന്നത്. രണ്ടുപേരുടെയും സ്വഭാവങ്ങളോടുകൂടി ഇവരെ ഒരുമിച്ച് ചേർക്കുകയാണ്. ഇനിയും മരണം വരെ ഈ സ്വഭാവങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക എന്ന് പറയുന്നതാണ് ഇവരുടെ വലിയ ദൗത്യം എന്ന് പറയുന്നത്. നമ്മുടെ വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 2021 പരിശുദ്ധ മാർപ്പാപ്പ സഭ മുഴുവനും വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ വർഷമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. യോസേപ്പ് പിതാവിൻ്റെയും മാതാവിൻ്റെയും ജീവിതത്തിൽ നമ്മൾ കാണുന്നതാണ് മറിയത്തെ അപമാനിതയാക്കുവാനായിട്ട് ഇഷ്ടപ്പെടാത്ത, മറിയത്തിൻ്റെ സ്വഭാവത്തെ, മറിയത്തിൻ്റെ വ്യക്തിത്വത്തെ അംഗീകരിച്ച് ജീവിച്ച യോസേപ്പ് പിതാവ്. ഇതേ ഒരു ബഹുമാനത്തോടുകൂടി പരസ്പരം ബഹുമാനിച്ചുകൊണ്ട്, പരസ്പരം അംഗീകരിച്ചുകൊണ്ട് മരണം വരെ ജീവിക്കുവാനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട സോണിക്കും മനസ്സിക്കും കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവസാനമായിട്ട് ഇന്ന് ലോകം ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് നീങ്ങുന്ന കാലമാണ്. എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോവുകയാണ്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വിവാഹ ജീവിതത്തിൻ്റെ വിജയമായിട്ട് ഇന്ന് പലരും പറയുന്നത് പൊരുത്തപ്പെട്ട് പോവുക, അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും ഒക്കെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടിട്ടില്ല. അങ്ങനെയൊക്കെ പോകുന്നു, പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടിട്ടില്ല. അതുകൊണ്ടാണ് വിവാഹ ജീവിതം കഴിഞ്ഞ് ഏറെ നാളുകൾ കഴിഞ്ഞിട്ട് പല ദമ്പതികളുടെയും ജീവിതത്തിൽ പരസ്പരം പൊരുത്തമില്ലാത്ത, സ്നേഹമില്ലാത്ത അനുഭവങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം അവര് വഹിക്കുകയല്ല, വലിക്കുകയാണ്. ഇങ്ങനെയൊക്കെ പോവുകയാണ്. കല്യാണം കഴിച്ചുപോയി, അതുകൊണ്ട് മുന്നോട്ട് പോകണമല്ലോ എന്നുള്ള ചിന്തയോടുകൂടി. എന്നാൽ ദൈവം ദമ്പതികൾക്ക് നൽകുന്ന കൃപ വഹിക്കുന്നതിന് വേണ്ടിയാണ്, പരസ്പരം വഹിക്കുവാനായിട്ട്. അതുകൊണ്ടാണ് വിവാഹത്തെക്കുറിച്ച് മലയാളത്തിൽ നിർവചനമുണ്ട്, വിശേഷാൽ വഹിക്കുന്നത്. വെറുതെ വലിക്കുകയല്ല, വിശുദ്ധമായ രീതിയിൽ പരസ്പരം ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും വഹിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുകയാണ്. അപ്രകാരമുള്ള ഒരു സ്നേഹകൂട്ടായ്മയും മരണം വരെ ജീവിക്കുവാൻ ഈ പ്രിയപ്പെട്ടവർക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് ഒന്നുചേർന്ന് പ്രാർത്ഥിക്കാം. ഈ കൂദാശയിലൂടെ ദൈവം തമ്പുരാൻ ഈ ദമ്പതികൾ ഇവരെ രണ്ടുപേരെയും ഒന്നിപ്പിക്കുമ്പോൾ ദൈവം ഈ ദേവാലയത്തിൽ വെച്ച് ബന്ധിപ്പിച്ച് ഇവര് മരണം വരെ ഒന്നായിട്ട് ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദമ്പതികൾക്ക് എല്ലാ ആശംസകളും പ്രാർത്ഥനകളും സഭയുടെ നാമത്തിൽ ബഹുമാനപ്പെട്ട വൈദികരുടെയും അതോടൊപ്പം തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന രണ്ട് കുടുംബങ്ങളുടെയും നാമത്തിൽ ആശംസിച്ചുകൊണ്ട് നമുക്ക് ഒന്നുചേർന്ന് ഈ കർമ്മങ്ങളിൽ പങ്കുചേർന്നാം. കർത്താവേ, ഈ ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ വധുവരന്മാരുടെ മേൽ കൃപയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം. നിന്റെ മണവാട്ടിയെ സഭയ്ക്ക് വേണ്ടി സജീവൻ അർപ്പിച്ച സ്വർഗീയ മണവാള, പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ത്യാഗപൂർണ്ണമായി ജീവിതം നയിക്കുവാൻ വചനമാകുന്ന ആത്മീയത്തിനായി സകലരേശ്വരിക്കുന്ന കൃഷ്ണനായി നിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് മാതൃകാപരമായ കുടുംബജീവിതം നയിച്ച് സ്വർഗീയ വിരുന്നിന് പങ്കുവരാകുവാൻ നമുക്ക് എല്ലാവർക്കും നാം എല്ലാവരുടെയും പിതാവിനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വധൂവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്ത് കിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുനാമത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെ ഇവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. പ്രിയ
വധൂവരന്മാർ വിവാഹമെന്ന കൂതാശയാൽ ബന്ധിതരാകാൻ പോകുന്നു. ഈ കൂതാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോട് ശ്രദ്ധയോടും കൂടെ മൗനമായി പ്രാർത്ഥിക്കാം. ആദിയിൽ പുരുഷന് ജീവിത സഖിയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യാഭർത്താക്കന്മാരുവാൻ ആഗ്രഹിക്കുന്നവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂതാശ യോഗ്യതയുടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി ഇതിൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. സോളി എന്ന് വിളിക്കപ്പെടുന്ന ജോസഫ് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി അൻസ എന്ന് വിളിക്കപ്പെടുന്ന എലിസബത്തിനെ എൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. അൻസ എന്ന് വിളിക്കപ്പെടുന്ന എലിസബത്ത് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ജോസഫിനെ എൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ ഈ ഉടമ്പടിയിൽ സാക്ഷികളാണ്. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം പലതരം ചേർന്നു. അബ്രഹാമിന്റെയും സഹാബിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ ഈശോ മിശിഹ നിങ്ങളെ വിവാഹത്തിൽ നൽകുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശ്വാസത്തിൽ സ്നേഹത്തിൽ ഐക്യത്തിന്റെ പ്രതീകമായി ായ സ്നേഹത്തിൽ പൂർണ്ണമായ ജീവിതത്തിലുള്ള സന്തോഷവും സ്നേഹിക്കുവാനും ഇതിന്റെ അഭിഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ചെയ്യുവാനും ഇതിൽ മുദ്രിതമായി നൽകട്ടെ. ഇവരുടെ വിശ്വസ്തയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ.
ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയിലും കൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടെ നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസായി ശിഖായപ്പോൾ നിങ്ങളുടെ മരണത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടെ നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടെ നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിർത്തുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധമാർഗത്തിൽ നയിക്കുന്നതിനും അവിടെ നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തെ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. പ്രത്യേകമായ ദൈവാനുഗ്രഹങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാം നമ്മൾ നേരുന്നു. അനുസരിച്ച് പ്രത്യേകമായ ഇവിടെ സംഭവത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ അവസരത്തിൽ നമ്മളൊരു സ്വന്തം കാഴ്ചയെടുക്കാറുണ്ട്. പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹ സഹായത്തിനായി എല്ലാവരുടെയും സഹമർത്തിയാണ് അഭ്യർത്ഥിക്കുന്നു. മാമോദീസ സ്വീകരിക്കുകയും ജീവന്റെ രംഗം ഗുരുതരാകുകയും ചെയ്തവർ ഭക്തിയുടെ വിശുദ്ധയുടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളവേ. നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാനയെ
ക്ലേശത്തിലും ദുഃഖത്തിലും ദരിദ്രത്തിലും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ മനുഷ്യർക്ക് വേണ്ടിയും അങ്ങയുടെ കാരണത്തെയും പ്രയാസവും ഉപേക്ഷിച്ചോടും ഈ ബലിപീഠത്തിൽ അങ്ങയുടെ സഹോദരി സഹോദരർക്ക് വേണ്ടിയും വിശേഷായ കുടുംബത്തിൽ പ്രവേശിക്കുന്ന സോണിയും മനസ്സിനും വേണ്ടിയും ഇവിടെ പ്രത്യേകമായ യോഗങ്ങൾക്ക് വേണ്ടിയും അയോഗ്യനായതിനു വേണ്ടിയും കുർബാനയെ സ്വീകരിക്കണമേ. അങ്ങയുടെ അഭിഷേകത്തെ ശരീരത്തിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിന്റെയും മാതാവായ നീതിമാനായ യോസേഫിന്റെയും അങ്ങയുടെ ദിവസത്തിൽ സ്മൃതിയർത്തി നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണം അങ്ങയുടെ ഔന്നത്യവും സമൃദ്ധവുമായ ചേർവാക്കണമേ. ജീവിതകാലം മുഴുവൻ ശാന്തിയും സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമേ അത് പിതാവായ ദൈവം അങ്ങയുടെ പ്രിയപുത്രനായ വിശ്വാസികൾ എല്ലാവർക്കും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവ് ദൈവമായ ജീവദായകമായ സുവിശേഷം പ്രവാചകന്മാർ, സിദ്ധന്മാർ, രക്തസാക്ഷിമാർ, വേദപാലകന്മാർ, പുത്രന്മാർ, പുരോഹിതന്മാർ, സൂക്ഷ്മവർക്കും വിശുദ്ധ മാമോദീസ സത്യവും ജീവദായകമായ പരിശുദ്ധ കത്തോലിക്ക സ്ഥാനങ്ങളും എല്ലാവർക്കും ആവശ്യമായ നേരത്തെ വിശുദ്ധീയമാണെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഒരു വിലക്കുമായ നാശനം അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച നാമത്തിൽ ഒരുമിച്ച് ഇപ്പോൾ നിൽക്കുന്നു. ഞങ്ങളുടെ നാമത്തിൽ രക്ഷിതനുമായി ശക്തിയുടെ വിടാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും മഹനീയവും വൈവിധ്യവും പരിശുദ്ധീയതായും ദൈവികമായ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്നു. കർത്താവേ, പരിശുദ്ധാത്മാവിൽ വരട്ടെ. നിങ്ങളുടെ ശക്തരായ ആദ്യപൂർവ്വം പ്രാർത്ഥിക്കവേ സമാധാനം നമ്മോടുകൂടെ. നമ്മുടെ രക്ഷകനെ അമൂല്യമായ ശരീരങ്ങളെ സ്വർഗ്ഗസ്ഥനായ പിതാവേ,
പരിശുദ്ധന്മാരുടെ വാർത്ത സ്തുതവും പരിശുദ്ധവും ജീവിതമായ സ്വീകരിച്ച് ഇവയെ കൊണ്ടുപോകാനും എല്ലാവർക്കും ഇവിടെ സ്തുതിയും പുനരേക്ക് സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ കാര്യത്തിന്റെ വഴിയിലേ അങ്ങയുടെ സംരക്ഷണത്തിന് കാത്തുകൊള്ളണമേ. അപരാധയും സഹായം ദൈവമേ, അഭേദ്യമായി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനെ സോണിക്കും മനസ്സിക്കും എല്ലാവരുടെയും പേരിലും അച്ഛന്മാരുടെ പേരിലും എല്ലാ നല്ല ആശംസകളും ഉപരാലക്ഷ്യം നേരുന്നു. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെ നിങ്ങളുടെ ജീവിതമാണെന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു, അനുഗ്രഹിക്കുന്നു.
കൽഭരണിയിലെ വെള്ളം മുന്തിരി നീരായി. കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം മുന്തിരി നീരായി. വിസ്മയത്തിൽ മുഴുകി ലോകരന്ന് വിസ്മൃതിയിൽ തുടരും ലോകമെന്ന് മഹിമ കാട്ടി യേശുനാഥൻ. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും ചാലക്കൽ കുടുംബത്തിൻ്റെയും തോട്ടുപുറം കുടുംബത്തിൻ്റെയും പേരിൽ വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് ജിഷ, സോണിയുടെ കസിൻ സിസ്റ്ററാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ലെറ്റ് മീ ഇൻവൈറ്റ് our newly wedded couple, Soni and Ansa, onto the stage. Let's all give them a big round of applause. Congratulations, dear Soni and Ansa, on your big day. അടുത്തതായി സോണിയുടെയും അൻസയുടെയും കുടുംബാംഗങ്ങളെ വളരെ സ്നേഹത്തോടു കൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അൻസയുടെ കുടുംബം, അൻസയുടെ അപ്പ സോബിച്ചൻ തലയോടപ്പറമ്പ് തോട്ടുപുറം ഇലക്ട്രോണിക്സ് എന്ന ബിസിനസ് നടത്തി വരുന്നു. അമ്മ ലാലി സോബിച്ചൻ നല്ലൊരു കുടുംബിനെയും ചേർത്തല പുല്ലുരുത്തിക്കരയിൽ കുടുംബാംഗവുമാണ്. അൻസയുടെ ചേച്ചി അഞ്ജു ആൻഡ് ഹസ്ബൻഡ് ജോസഫ്, അവർ അബുദാബിയിൽ സെറ്റിൽഡ് ആണ്. ചേട്ടൻ അബുദാബിയിൽ സീനിയർ പ്രപ്പോസൽ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അവർക്കൊരു കുഞ്ഞുമാവയുണ്ട്, റയാൻ ജോസഫ്. കോവിഡ് കാരണം ചേട്ടനും ഈ ചടങ്ങിൽ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. അടുത്തതായി അൻസയുടെ ബ്രദർ അരുൺ ബാംഗ്ലൂരിൽ ഡേറ്റ ട്രാൻസ്ഫോർമേഷൻ അനലിസ്റ്റായി വർക്ക് ചെയ്യുന്നു. നെക്സ്റ്റ്, ഐ എം സോ ഹാപ്പി ടു ഇൻട്രൊഡ്യൂസ് അവർ ബ്രൈഡ് അൻസ. രാജഗിരി എഞ്ചിനീയറിംഗ് കോളേജിൽ ബിടെക്കിനു ശേഷം ട്രിവാൻഡ്രം ടാറ്റ ലെക്സിയിൽ സീനിയർ എഞ്ചിനീയറായി വർക്ക് ചെയ്യുന്നു. അടുത്തത് നമുക്ക് സോണിയുടെ കുടുംബാംഗങ്ങളെ പരിചയപ്പെടാം. സോണിയുടെ ഡാഡി എൻ്റെ പ്രിയപ്പെട്ട പേരപ്പൻ ലേറ്റ് ഫിലിപ്പ് സെബാസ്റ്റ്യൻ കോട്ടയം ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് സർവേ ആയിരുന്നു. ഈ അവസരത്തിൽ പേരപ്പനെ വളരെ സ്നേഹപൂർവ്വം ഓർക്കുന്നു. സോണിയുടെ മമ്മി അന്നമ്മ ഫിലിപ്പ് ഞങ്ങളുടെ കൊച്ചു മമ്മി നല്ല ഒരു കുടുംബിനെയും വെളിയനാട് പള്ളിപ്പുറത്തുശ്ശേരി കുടുംബാംഗവുമാണ്. ഡോണി ചേട്ടൻ്റെയും ടോണി ചേട്ടൻ്റെയും കുഞ്ഞ് അനുജനാണ് സോണി. സോണിയുടെ മൂത്ത ചേട്ടൻ ഡോണി ഫിലിപ്പ് കാക്കനാട് നെസ്റ്റിൽ അസോസിയേറ്റ് ജനറൽ മാനേജറായി വർക്ക് ചെയ്യുന്നു. ഡോണി ചേട്ടൻ്റെ വൈഫ് മിനി ചേച്ചി കോതമംഗലം പോത്താനിക്കാട് കുടുംബാംഗമാണ്. ചേച്ചി ചാർട്ടേഡ് അക്കൗണ്ടൻ്റായിട്ട് കൊച്ചിയിൽ വർക്ക് ചെയ്യുന്നു. ഇവർക്ക് 2 കുട്ടികളാണ്. ഫിലിപ്പ് ഞങ്ങളുടെ ജോ മുംബൈ സെന്റ് സേവിയേഴ്സ് കോളേജിൽ BA എക്കണോമിക്സിന് പഠിക്കുന്നു. ആന്റണി ഞങ്ങളുടെ ആന്റോ രാജഗിരി സ്കൂളിൽ 12ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. സോണിയുടെ 2ാമത്തെ ബ്രദർ ടോണി ചേട്ടൻ ജർമ്മനിയിൽ എഞ്ചിനീയറിംഗ് മാനേജറായി വർക്ക് ചെയ്യുന്നു. ടോണി ചേട്ടൻ്റെ വൈഫ് ജെനി ചേച്ചി ചേർത്തല പള്ളിപ്പുറത്ത് ഇരവിമംഗലം കുടുംബാംഗമാണ്. ചേച്ചി ജർമ്മനിയിൽ മാക്സ് പ്ലാങ്ക് ഫൗണ്ടേഷൻ എന്ന കമ്പനിയിൽ പ്രൊഡക്റ്റ് മാനേജറായി വർക്ക് ചെയ്യുന്നു. ഇവർക്ക് 2 കുട്ടികളാണ്, കാരൻ ആൻഡ് ക്രിസ. 2 പേരും
+1 വിദ്യാർത്ഥിനികളാണ്. കോവിഡ് കാരണം ട്രാവൽ റെസ്ട്രിക്ഷൻസ് ഉള്ളത് കൊണ്ട് അവർക്ക് ജർമ്മനിയിൽ നിന്നും നാട്ടിൽ ഈ ചടങ്ങിന് എത്തിച്ചേരാൻ പറ്റിയില്ല. സോ ടോണി ചേട്ടൻ, ചേച്ചി, കാരൻ ആൻഡ് ക്രിസ, we all miss you so much here. അടുത്തതായി നമ്മുടെ വരൻ സോണിയെ പരിചയപ്പെടാം. അടൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ബിടെക്കും ബിറ്റ്സ് പിനാലിയിൽ നിന്ന് എംടെക്കും ചെയ്തതിനു ശേഷം ഇപ്പോൾ ബാംഗ്ലൂർ എയർബസ് കമ്പനിയിൽ ഡിജിറ്റൽ സപ്പോർട്ട് റെപ്രസെൻറ്റേറ്റീവായി വർക്ക് ചെയ്യുന്നു. നമുക്കിനി പതിയെ ചടങ്ങുകളിലേക്ക് കടക്കാം. ആദ്യമായി ദീപം തെളിയിക്കാം. ദീപം തെളിയിക്കുന്നതിനായി വധൂവരന്മാരെ ക്ഷണിക്കുന്നു. പരസ്പര വിധേയത്വവും ത്യാഗസന്നദ്ധതയും ഏറ്റുപറഞ്ഞുകൊണ്ട് ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന നവദമ്പതികൾ ദീപം തെളിയിച്ചുകൊണ്ട് അതിന്റെ നാന്ദി കുറിക്കുന്നു. I invite the newlywed couples and their parents to light the lamp. ഇതുപോലെ എന്നും പ്രകാശപൂർണമാകട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ആനന്ദവേളകളിൽ മധുരം പങ്കുവയ്ക്കുന്നത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. വധൂവരന്മാർ ഇന്നു മുതൽ ആരംഭിക്കുന്ന സന്തോഷഭരിതമായ ദാമ്പത്യ ജീവിതത്തിന്റെ മധുരാനുഭവമായി ഈ കേക്ക് മുറിക്കൽ ചടങ്ങ് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. കേക്ക് മുറിച്ച് മധുരം പങ്കുവയ്ക്കാനായി സോണിയെയും അൻസയെയും ക്ഷണിക്കുന്നു. നമുക്കിതൊക്കെ നല്ലൊരു കയ്യടി കൊടുക്കാം. പങ്കുവെക്കപ്പെട്ട ഈ മധുരം പോലെ മധുരകരമാകട്ടെ നിങ്ങളുടെ ജീവിതവും. As the extension of sharing and caring, they will now toast the wine. I invite Doni Chetan and Vinny Chichi to hand over the wine to Soni and Elsa as a toast to a new life together.
ഇവിടെ എത്തിച്ചേരാൻ പറ്റാത്ത ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരുടെ പേരിലും സോണിക്കും അൻസിക്കും എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനയും നേരുന്നു. So thank you everyone for gracing this occasion with your presence. Thank you so much, and once again congratulations Soni and Ansa. So now let's all enjoy the food. I found a love for me. Darling, just dive right in, follow my lead.
stay like this, forever following you. Just don't get too far, and I'll be right where you are. You're a dream that I could finally see. I just want us to always be, to always be. Let's stay here, let's stay here in love. Let's stay